ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. സഭയുടെ മൂലക്കല്ല്, നമ്മുടെ കുടുംബത്തിൻ്റെ മൂലക്കല്ല്, നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ് യേശുക്രിസ്തു. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല പാതയിൽ എന്ന ശുശ്രൂഷയുടെ 18ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. 18 ദിവസങ്ങൾ നിയോഗത്തോടെ പങ്കെടുത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ, വ്യക്തികളുണ്ട്. അവരെയൊക്കെ സ്നേഹത്തോടെയും നന്ദിയോടെയും ബഹുമാനത്തോടും കൂടെ കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ കൃപയ്ക്കും കാരുണ്യത്തിനും കാരണമാകും. നിങ്ങളുടെ പ്രാർത്ഥന വിലയുള്ള ഒന്നാണ്. അതിനെ ഓർത്തൊന്നും വിഷമിക്കുക വേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടില്ല. ഇനിയും ഒരു നിയോഗത്തോടെ പങ്കെടുക്കാത്തവരൊക്കെ ഈ നിയോഗത്തോടെ പങ്കെടുക്കുക. രാവിലെ ആയിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, വൈകുന്നേരമായിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത്, ഈ വചനം ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇത് നിസ്സാരമായി കാണരുത്. ഓരോ ക്ലാസ്സിലും ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. ദൈവം ഇന്ന് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതിന് തർക്കമില്ല. ദൈവത്തിൻ്റെ സ്വരമാണ് വചനത്തിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതായത് 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് സ്റ്റോപ്പ് എന്നാണ്, 2 സ്റ്റെപ്പ് എന്നാണ്. എന്താണ് ആ 2ൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാവോ? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, നിർത്തവിടെ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കയറി പോവുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയില്ലേ. നമ്മൾ ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ്, ഇപ്പോൾ പോകുന്ന ജീവിതം അത് ശരിയാവില്ല, അങ്ങനെ പോയാൽ ഞാൻ തകരത്തേ ഉള്ളൂ, എന്നോട് ദൈവവചനത്തിലൂടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. വേറൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി തകർന്നാണ് ഇവിടെ വന്നത്, ദൈവം എന്നോട് പറഞ്ഞു ആ വഴി തിരഞ്ഞെടുക്ക്, ആ സ്റ്റെപ്പ് വഴി നീ കയറ്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ സ്റ്റോപ്പുകൾ ഉണ്ടാകും, സ്റ്റെപ്പുകളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ആളുകളുടെ ജീവിതത്തിൽ ചില സ്റ്റോപ്പുകൾ ആവശ്യമാണ്. അത് ചിലപ്പോൾ സുഹൃത്തുക്കളും കൂടെയുള്ളവരും ബന്ധുക്കളൊന്നും അതൊന്നും കണ്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് വരത്തില്ല. നിങ്ങളെന്ത് വിചാരിക്കും? നിങ്ങൾക്കിനി വിഷമായാലോ? ഞാനാരാ ഉപദേശിക്കാൻ? നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നതെന്ന് ചോദിച്ചാലോ എന്നൊക്കെ ചോദിച്ച് നീ ഇങ്ങനെ പോകണ്ട എന്ന് സ്റ്റോപ്പൊന്നും പറയില്ല. തന്നെ പഠിക്കട്ടെ, തന്നെ ശരിയാകട്ടെ എന്നൊക്കെ പറയും. നമ്മളെന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ദൈവവചനം കേൾക്കുമ്പോൾ, ആത്മാവിൽ അത് സ്വീകരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയും, മുഖം നോക്കാതെ നിന്നോട് പറയും, സ്റ്റോപ്പ്, അങ്ങനെ പോകരുത്, അവിടെ നിൽക്ക്, ആ പണം വായ്പ എടുക്കരുത്, ആ ബിസിനസ് വേണ്ട, ആ ബന്ധം വേണ്ട, ആ രീതി വേണ്ട, പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറയും. എന്നാൽ ദൈവം പറയും ഇങ്ങനെ സ്റ്റെപ്പ്. ഈ ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയാണ് സ്റ്റോപ്പുകളും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. പലരുടെയും ജീവിതത്തിൽ പല സ്റ്റോപ്പുകൾ ഉണ്ടായതുകൊണ്ടാണ് അവർ പറയും വലിയ തകർച്ചയെന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ദൈവം ഞങ്ങളോട് പറഞ്ഞു, പ്രാർത്ഥനയിൽ പറഞ്ഞു, പ്രാർത്ഥിച്ച മനുഷ്യൻ പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തിക്കോ, അത് ഇത്രയും പൈസയൊന്നും പലിശയ്ക്കൊന്നും എടുത്തു വെക്കല്ലേ എന്ന് അന്നേ പറഞ്ഞു, സ്റ്റോപ്പ്. ചിലരത് കേൾക്കാതെ എടുത്ത് ചാടി ഇപ്പം നിലയില്ലാ കയത്തിൽ കൈയും കാലും ഇടിച്ച് കരയുന്നു, ബഹളം വയ്ക്കുന്നു. ദൈവം അതിനു മുമ്പേ കാണിച്ചതാ സ്റ്റോപ്പെന്ന്. അന്ന് അതിനെ മൈൻഡ് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകണം നിർബന്ധമില്ല, എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം നിർബന്ധമില്ല. ഇതത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല പ്രസംഗിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള എപ്പോഴും ഇത് പറയുന്ന പാടെ സ്വീകരിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും, എപ്പോഴും സന്തോഷം മാത്രം കിട്ടുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ദൈവം പറയും, സ്റ്റോപ്പ്, നിൻ്റെ മദ്യപാനം നിർത്ത്, ആ കൂട്ടുകെട്ട് നിർത്ത്, ആ പോക്ക് നിർത്ത്, ആ രീതികളൊക്കെ നിർത്ത്, സ്റ്റോപ്പ് പറയും. ചിലരോട് ദൈവം ചില സ്റ്റെപ്പുകൾ കാണിച്ചു തരും, ഇങ്ങനെ ഇതിലേ പോകും. അങ്ങനെയൊക്കെ ദൈവം സ്റ്റോപ്പുകളും സ്റ്റെപ്പുകളൊക്കെ ജീവിതത്തിൽ കാണിച്ചു തരുന്ന സമയമാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ 33 ദിവസവും ഇതൊക്കെ ഇങ്ങനെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ദൈവം നമ്മളോട് സംസാരിക്കും. മനസ്സിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വരം കേട്ടവർക്കേ മറ്റൊരാൾക്ക് ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്തവരെ ഉപദേശിക്കാൻ പോയാൽ
അവരെയും വെറുക്കും, ഉപദേശത്തെയും വെറുക്കും. ദൈവത്തിൻ്റെ സ്വരം കേട്ടവർക്ക് മാത്രമേ വേറൊരാളുടെ ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ അംഗീകരിക്കത്തില്ല. എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് പറയും. എന്നാൽ പ്രാർത്ഥനയുള്ള ദൈവത്തിൻ്റെ സ്വരം കേട്ടൊരു മനുഷ്യൻ നമ്മളോട് ചില കാര്യം പറഞ്ഞാൽ അതിനെ ആരും നിഷേധിക്കത്തില്ല, അതിനെ ലംഘിക്കാൻ പറ്റത്തില്ല. അതിനത്രമേൽ ശക്തിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിസ്സാരമായി കാണരുത്. പല കാര്യങ്ങളിൽ നിൽക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ കുറച്ചു നേരം വന്ന് ഈ വചനം കേൾക്ക്. ഈ വചനം പ്രാർത്ഥനയോടെ കേൾക്ക്. ആ ബൈബിൾ എടുത്തുകൊണ്ട് വാ, ആ ഡയറി എടുത്തുകൊണ്ട് വാ, പേന എടുത്തുകൊണ്ട് വാ, ഇരിക്കുക ദൈവസന്നിധിയിൽ, എന്നിട്ട് വായിക്ക്. ഈ വചനങ്ങളൊന്ന് വായിച്ച് കേൾക്കാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട, ഒത്തിരി സൗഖ്യമുണ്ടാകുന്ന ഒരു വചനമാകട്ടോ പറയുന്നത്. സൗഖ്യമുണ്ടാകുന്നൊരു വചനമാണ് പറയുന്നത്. അപ്പോൾ തോന്നും എൻ്റെ ശരീരത്ത് മുറിവുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ശരീരത്തിന് മാത്രമല്ല മുറിവുകൾ, ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ മുറിവേറ്റ ഒരുപാട് മനുഷ്യരുണ്ട്. മുറിവേറ്റ ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് മുറിവേറ്റവർ. ശരീരത്തിന് മുറിവേറ്റാൽ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മതി, അല്ലെ ആ ക്ലിനിക്കിലോ ആ ഡോക്ടറെ പോയി കണ്ടാൽ മതി. അദ്ദേഹം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഇതാ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ച് ഇത് പുരട്ടാൻ പറയും. മനസ്സിൻ്റെ മുറിവുണക്കാൻ ഏത് മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ പോകണം? ഒരാളെന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു. ഞാനിവിടെ വന്നത് എൻ്റെ വേദനയ്ക്കൊരാശ്വാസം പ്രതീക്ഷിച്ചാണ്. അല്ലാതെ എൻ്റെ വേദനയൊന്ന് മാറിക്കിട്ടാനാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പെയിൻ കില്ലർ മേടിച്ച് അത് കഴിച്ചാൽ മതിയായിരുന്നു. എനിക്കതല്ല ആവശ്യം. എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു പെയിൻ കില്ലറല്ല ആവശ്യം. ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സമാധാനമാണ് എനിക്ക് ആവശ്യം. ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന നന്മയാണ് എനിക്ക് ആവശ്യം. മെഡിക്കൽ സ്റ്റോറിലെ ഒരു മരുന്ന് കൊണ്ട് മാറുന്നതല്ല എൻ്റെ മനസ്സിൻ്റെ വേദനകളൊന്നും. പ്രിയപ്പെട്ടവർ, ഇന്ന് കേൾക്കുന്ന വചനത്തിന് ഒരു പ്രാധാന്യമുണ്ട്, ഒരു ഗൗരവമുണ്ട്. ആ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ഇത് ബൈബിൾ എടുത്ത് തുറന്നു വെക്കണം. അല്ലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് ആ വാക്യം ഒന്ന് എടുത്തേ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. ശരിക്കും പഠിക്കേണ്ട ഒരു വാക്കാണ്. ഒരു പ്രത്യേക നല്ലൊരു വാക്ക്. ഒത്തിരി പേരുടെ ജീവിതത്തെ പടുത്തുയർത്തിയൊരു വാക്ക്. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇത് വായിച്ചിട്ടില്ലേ എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. എന്താ വാക്ക്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെയായി എന്ന് എഴുതിയിട്ടുണ്ട് 11-ാമത്തെ വാക്യത്തിൽ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതാണ് പ്രധാനപ്പെട്ടത്. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിപ്പോൾ സെൻറ്ററിലെത്തി. അത് മനുഷ്യൻ്റെ ആ ഒരു പ്രത്യേക ഗുണം കൊണ്ടൊന്നുമല്ല, ശരീരത്തിൻ്റെ ആരോഗ്യം കണ്ടിട്ടല്ല മൂലക്കല്ലായത്, അല്ല നിൻ്റെ സർട്ടിഫിക്കറ്റും പഠിത്തവും കണ്ടിട്ടല്ല മൂലക്കല്ലായത്, അല്ലാതെ പണം കൈകാര്യം ചെയ്യാനുള്ള തന്ത്രവും കുതന്ത്രവും കണ്ടിട്ടല്ല നീ മൂലക്കല്ലായത്. അത് കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അടുത്ത വാക്യം, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാർക്കും വേണ്ടാത്തതായിരുന്നല്ലോ, ഇത് വക്ക് പൊട്ടിയതായിരുന്നല്ലോ, ഇതിങ്ങനെയായിരുന്നല്ലോ ഇതിൻ്റെ കളറ്, ഇതെങ്ങനെ ഇത് അവിടെ എത്തി? ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇങ്ങനെ ഒരു പ്രവൃത്തി ദൈവത്തിനുണ്ട്. അത് നിങ്ങളോട് പറയുക. ഇതാരെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്? ഇതാരെക്കുറിച്ചാണ്? പ്രവാചകനെക്കുറിച്ചാണോ എഴുതിയത്? അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെക്കുറിച്ചാണോ എഴുതിയത്? അതോ യേശുവിനെക്കുറിച്ചാണോ എഴുതിയത്? ഇത് യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു വാക്കാണ്. യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഇപ്പോൾ ഇതാ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. സഭയുടെ മൂലക്കല്ല്, നമ്മുടെ കുടുംബത്തിൻ്റെ മൂലക്കല്ല്, നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ് യേശു ക്രിസ്തു. ഇതെങ്ങനെയാണ് മൂലക്കല്ലായത്? ഇതിനെ ആർക്കും വേണ്ടാതെ കളഞ്ഞതാണല്ലോ. ഇത് ശരിക്കും ബൈബിൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ഈ കല്ലിനെ ആർക്കും വേണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്തൊരു കല്ലായിരുന്നു യേശു ക്രിസ്തു എന്ന കല്ല്. അത് ഉദാഹരണ സഹിതം ബൈബിളിലൂടെ അത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം എടുക്കുക. വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ജനനമാണ്. ആ ജനനത്തിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഇത് കേൾക്കണം, ഓർക്കണം. ആർക്കും വേണ്ടാത്ത പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്, അത് യേശു ക്രിസ്തുവാണ്. ആ കല്ല് എങ്ങനെയാണ് മൂലക്കല്ലായി മാറിയത്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്.
അത് മനസ്സിലാക്കി തരികയാണ്. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അതാണ് എൻ്റെ പ്രസക്തി. ജനിച്ച് വീണ സമയത്ത് കിട്ടിയ അനുഭവം എന്നറിയാമോ? തള്ളപ്പെടുന്ന അനുഭവം കിട്ടിയത്. ജനിച്ച് വീണ് നമ്മളൊക്കെ നല്ലൊരു സ്ഥലത്ത് മിനിമം ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിലോ നല്ലൊരു അന്തരീക്ഷത്തിലോ ജനിച്ചിട്ടുണ്ട്. യേശു ജനിച്ച സമയം തൊട്ട് തന്നെ കിട്ടിയത് ഇവിടെ വേണ്ട എല്ലാവരും തള്ളിക്കളയാണ്. ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ ആദ്യ അനുഭവമാണ് ജനിച്ചപ്പോഴേ കിട്ടിയ അനുഭവം. നമ്മളൊക്കെ സ്കൂളിൽ ചേർത്തേ പിന്നെയും നമ്മളൊക്കെ പ്രായവും ബുദ്ധിയും ബോധമൊക്കെ വന്നേ പിന്നെയല്ലേ പലരും തള്ളിക്കളയുന്ന അനുഭവം കൊണ്ട് വേദനിച്ചത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തന്നെ പല സത്രത്തിൻ്റെയും വാതിക്കൽ ജോസഫും മറിയവും ചെന്ന്, നിങ്ങൾ ആ ഒരു സാഹചര്യം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയം ഭർത്താവായ ജോസഫും കൂടെ എല്ലാ സത്രത്തിൻ്റെയും വാതിലിൽ പോയി ഇങ്ങനെ മുട്ടുവാണ്. ഒരു സാഹചര്യം തരാമോ എന്ന്. അപ്പോൾ സത്രം എന്ന് പറഞ്ഞാൽ എന്നറിയാം, ഏത് കള്ളുകൂടിയന്മാർക്കും കയറി കിടക്കാം. സത്രം ആരുടെ സ്വന്തമല്ല. അതിങ്ങനെ വഴിനീളെ ഉണ്ടാക്കിയിട്ട് ആർക്കും വേണം അവിടെ കിടക്കാം, ഇഷ്ടംപോലെ സമയം കിടക്കാം, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് പോകാം. അവിടെ സത്രം സൂക്ഷിപ്പുകാരനുണ്ടാവും, ഒരാളുണ്ട് അവിടെ. പക്ഷെ ആ ആൾ പറയുകയാണ് ഇവിടെ പറ്റത്തില്ല, ആ വാതിലങ്ങ് അടയ്ക്കുക, ഇവിടെ പറ്റത്തില്ല. ഏത് മദ്യപാനിക്കും ഏത് പാപിക്കും അവിടെ അവസരമുണ്ട് സത്രത്തിൽ, ആരും ചോദിക്കാനില്ല. പക്ഷേ ഇവർക്ക് 2 പേർക്കും വാതിലടച്ചു. ആദ്യത്തെ അനുഭവമാണ്. ജനിക്കുന്നതിന് മുമ്പിൽ വാതിലടയുന്ന അനുഭവം അനുഭവിച്ച ആളാണ് യേശു ക്രിസ്തു. ആ ബൈബിൾ എഴുതിയിരിക്കുന്നു, ആർക്കും വേണ്ടാത്ത ഈ കല്ല് ദൈവം അത് മൂലക്കല്ലാക്കി മാറ്റി. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഈ വചനമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും തള്ളപ്പെട്ട അനുഭവവും, കുറേ വാക്കുകൾ കൊണ്ട് പലരും താഴ്ത്തിക്കെട്ടിയ അനുഭവങ്ങളും ഉപേക്ഷിച്ച് കളഞ്ഞ അനുഭവങ്ങളും, നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലും പലരുടെ മുമ്പിലും ഒന്ന് അലുത്ത് ഉലുകിപ്പോകുന്നത് പോലുള്ള അനുഭവങ്ങളും, തലകുനിഞ്ഞു പോയ അനുഭവങ്ങളും, തോറ്റ അനുഭവങ്ങളും, പരാജയപ്പെട്ട അനുഭവങ്ങളും. സാരമില്ല, നീ അത് ദൈവത്തോടും യേശുവിനോട് പറയുമ്പം യേശുവിനത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതേപോലത്തെ ഒരു അനുഭവത്തിലൂടെ യേശു പോയിട്ടുണ്ട്. ഒത്തിരി സൗഖ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് കേട്ടോ. സൗഖ്യം, മനസ്സിന് സൗഖ്യം. മനസ്സിന് സൗഖ്യം വന്നാൽ തന്നെ നമ്മുടെ ശരീരം പകുതി റെഡിയായി. മനസ്സൊരു കലാകാരനാണ്. മനസ്സ് മുറിവേറ്റാൽ ആ കലാകാരൻ വരയ്ക്കുന്നതൊക്കെ ഡിസോർഡറായി പോവും. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്, മനസ്സിൻ്റെ സൗഖ്യവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വാതിലാണ് അത് എഴുതിയിരിക്കുക, അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. ആദ്യം കിട്ടിയ തള്ളപ്പെടുന്ന ഒരു അനുഭവം, അതായത് നമുക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ അനുഭവം ഉണ്ടായി. ഇനി ജനിച്ച ഉടനെ ഒരു രാജാവിൻ്റെ ഓർഡറാണ്, എല്ലാ ആൺകുട്ടികളെയും ഇപ്പോൾ കൊല്ലാൻ പോവാണ്. രാജാവിൻ്റെ ഓർഡറാണ്. ഉടനെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിട്ടുവാണ്, ഇവിടെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പൊക്കോളാൻ. ജനിച്ച കുറച്ചേ ആയിട്ടുള്ളൂ, അപ്പം തന്നെ നിയമം എതിരായി, രാജാവെതിരായി, നാട്ടുകാരെതിരായി, ഭയങ്കരമായ വെല്ലുവിളി. നമുക്കൊന്നും അങ്ങനെയുള്ള വെല്ലുവിളികൾ ഒരുപക്ഷെ ആ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. യേശു ജനിച്ച് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഇന്നത്തെ പോലെ വണ്ടിയോ കാറോ സംവിധാനങ്ങളോ ഉള്ള കാലത്തൊന്നും അല്ലെന്ന് ഓർക്കണം. കാൽനടയായി പോകേണ്ട ഒരു കാലത്ത്, സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറഞ്ഞ സമയത്ത് ഇനി അടുത്തത് പലായനം ചെയ്യാണ്. അത് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചാൽ മതിയാകും, അത് മനസ്സിലാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 ഞാനത് വായിക്കാം. ഈജിപ്തിലേക്കുള്ള പലായനം. ജനിച്ച് കുറച്ചേ ആയിട്ടുള്ളൂ, ദിവസങ്ങളോളം ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഓർഡർ ഏറിയ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകണം. അവിടെ പോയി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിയമം എതിരാണ്, രാജാവ് എതിരാണ്, എല്ലാവരും എതിരാണ്. ഇപ്പോൾ എല്ലാവരെയും കൊല്ലാൻ പോവാണ്. ഭീകരമായ നിയമം രാജ്യത്ത് നടപ്പിലാവുകയാണ്. ജീവിക്കാൻ വേറെ വഴിയില്ല. ഉടനെ ഉള്ള സഹനവും വേദന അനുഭവിച്ച് അടുത്ത സ്ഥലത്തേക്ക്. നോക്കൂ, തള്ളപ്പെടുന്ന, ജനിച്ച സ്ഥലത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു തള്ളപ്പെടുന്ന അനുഭവം. രാജ്യമെതിര്, നിയമമെതിര്, ലോകമെതിര്, മൊത്തത്തിലെതിര്.
ഒരു മനുഷ്യനും ഒരു കുടുംബവും തകർന്നു പോകാൻ ഇത്രയൊക്കെ മതി. പക്ഷേ അതൊക്കെ നോക്കൂ, ഈ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി. രാജ്യത്തു നിന്നും, താമസിക്കുന്ന സ്ഥലത്തു നിന്നും, ജനിച്ച സ്ഥലത്തും, ജനിച്ച ഉടനെയും സത്രത്തിൽ എല്ലായിടത്തും തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി. ഈ തള്ളപ്പെടുന്ന അനുഭവം അനുഭവിച്ച ആളാണ് യേശു. ഈ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. എന്താ ഈ മൂലക്കല്ലെന്നറിയോ? ഈ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് മൂലക്കല്ല്. അതായത് ശ്രദ്ധാകേന്ദ്രം എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ വീട് പണിയാണെങ്കിൽ കല്ലൊക്കെ ലോറിക്ക് കൊണ്ടുപോയി, ടിപ്പറിന് കൊണ്ടുപോയി കല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടും. നാളെയാണ് അതിൻ്റെ മെയിൻ കല്ല് വെക്കുന്ന ദിവസമെങ്കിൽ, ആദ്യത്തെ കല്ല് വെക്കുന്ന ദിവസമെങ്കിൽ, ആ സമയത്ത് മൂലക്കല്ലാകാൻ അതിൻ്റെ പണിക്കാരൻ കണ്ടുവച്ച കല്ല് ഏതെങ്കിലും ഒരു കല്ലെടുത്ത് വെക്കത്തില്ല. മുഖമുള്ള കല്ലെന്ന് പറയും. അതതിനൊരു പറ്റിയ കല്ലുണ്ട്, ഏതെങ്കിലും കല്ല് വേണം. അതാണ് ആശീർവദിക്കുകയും വെഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത് മൂലക്കല്ലാക്കി വെക്കുന്നത്. അത് സെലക്ട് ചെയ്യുന്ന കല്ലാണ്. അത് സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്. രണ്ട് കൈകൊണ്ടും മേടിച്ച് പ്രാർത്ഥനയോടെ അത് വയ്ക്കുന്ന കല്ലാണ്. ആദ്യം വയ്ക്കുന്ന കല്ലാണ്. അതിന് പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ വാക്യമാണ് 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും. ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ, നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. പഴയ നിയമത്തിലെ ജോസഫ് സഹോദരന്മാർക്ക് വേണ്ടാത്തവനായിരുന്നു. അവനെ വന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും പോലും ഒരു കിണറ്റിലിടാറില്ല. സ്വാഭാവിക മനസാക്ഷിയുള്ളൊരു മനുഷ്യനും ചെയ്യാറില്ല. പക്ഷേ കൂടെ മനുഷ്യരായ സഹോദരങ്ങൾ എന്തു ചെയ്തു? ഒരു പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയും ഇടുന്ന പോലെ സഹോദരനെ കിണറ്റിലേക്കിട്ടു, മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിലിട്ടു. അവർക്ക് വേണ്ടായിരുന്നു അവനെ. എന്നിട്ട് അവൻ്റെ വസ്ത്രം കീറി, അവനെ കുറച്ച് പൈസയ്ക്ക് അവനെ വിറ്റു. ആ പൈസ കൊണ്ട് അവർ വലിയ രാജാവായി ജീവിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചു. ആർക്കും വേണ്ടാത്തവനാണ്. പിന്നീട് ഇവർക്ക് ജീവിക്കാൻ വഴിയില്ലാതായപ്പം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതായപ്പം, ആകെ ചുറ്റോട് ചുറ്റും അലഞ്ഞ് ഈ ജോസഫിൻ്റെ കാൽച്ചുവട്ടി വന്ന് നിൽക്കുന്നത്. ഈ വചനം കറക്റ്റല്ലേ? ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞവൻ ആ രാജ്യത്തിൻ്റെ മൂലക്കല്ലായി മാറി. പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തോ വീടിൻ്റെ സാഹചര്യത്തിലോ ഒക്കെ ഇതുപോലെ തള്ളിക്കളഞ്ഞ അനുഭവമുള്ളവർ ചിലർ പറയാറുണ്ട്, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് 1500 പ്രാവശ്യം ആവർത്തിച്ച് പറയണം, ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. ദൈവം എന്നെ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ പണ്ടേ നിങ്ങൾ മണ്ണിനടിയിലായി പോയേനേയും. എത്രയോ മനുഷ്യരും എത്രയോ ആളുകളും നിങ്ങളെ ഈ പ്രായത്തിനിടയിൽ തള്ളിക്കളഞ്ഞു. നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെ പിടിച്ചിത്ര അതിജീവിച്ചു? ദൈവം നിങ്ങളെ തള്ളിക്കളയാത്തതുകൊണ്ട് ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല. നിങ്ങളുടെ ഹൃദയമാകുന്ന ഡയറിയിൽ വലിയ അക്ഷരത്തിൽ, വേഗത്തിൽ ഓടുമ്പോൾ പോലും വായിക്കാൻ കഴിയത്തക്ക വിധം വലിയ അക്ഷരത്തിൽ എഴുതി വെക്ക്, ദൈവം എന്നെ തള്ളിക്കളയത്തില്ല എന്ന്. ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ജോസഫിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. എനിക്കൊരു വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു വാക്ക്, കുടുംബക്കാരെല്ലാം ഒത്തിരി സമ്പന്നരാണ്, എല്ലാവർക്കും അത്യാവശ്യം സാമ്പത്തികമുണ്ട്. ഒരു കൂട്ടർക്ക് മാത്രം ഒട്ടുമേ സാമ്പത്തികമില്ല, ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ്. അവർ അവസാനം അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച് അവർ ഏതോ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി ആ മനുഷ്യനോട് പറഞ്ഞു, അച്ഛനോ സിസ്റ്ററോ അല്ല, റെവറൻ ഫാദറോ റെവറൻ സിസ്റ്ററോ അല്ല അവർ ചെന്നത്, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ അടുത്താണ്. ആരോ പറഞ്ഞു, ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊത്തിരി അനുഗ്രഹമാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ്, ബ്രദറെ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഇന്നയാൾ പറഞ്ഞിട്ടാണ് വരുന്നത്, ഞങ്ങൾ ഒത്തിരി വിഷമത്തിലാണ്, ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ആ ബ്രദർ പറഞ്ഞു, ഞാൻ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വീട്ടിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമില്ല. അപ്പോൾ ആ മനുഷ്യർ അവർ പറഞ്ഞ്, ഞങ്ങൾ ഉപേക്ഷിക്കരുത്, ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ഇവിടെ വന്നതാണ്, വീട്ടിൽ പ്രാർത്ഥിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം, ഇതൊരു പ്രാർത്ഥനാലയമല്ലെന്നും ഇതൊരു വീടാണെന്നും നിങ്ങൾ കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഞങ്ങൾക്കറിയാം, പക്ഷേ ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, വായിരിക്കുക, തിണ്ണയിലോട്ട് ഇരുത്തി, ചെറിയൊരു വീട്. അയാൾ പ്രാർത്ഥിച്ചു. അയാൾ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് അയാൾ രാവിലെ എഴുന്നേറ്റ് ഈ റബ്ബറൊക്കെ വെട്ടുന്ന ആളാണ്. വലിയ സ്കൂൾ വിദ്യാഭ്യാസമോ വലിയ സ്കൂളിലെ അധ്യാപകനോ ഒന്നുമല്ല. സാധാരണ റബ്ബർ വെട്ടി ജീവിക്കുന്ന, അത്യാവശ്യം മറ്റൊരാളുടെ വീട്ടിൽ പോലും പണിക്ക് പോകുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ മക്കളൊക്കെ നല്ല നിലയിലായി വരുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അയാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞല്ലോ എന്ന് ചോദിച്ചു.
അത് കേട്ടപ്പോഴേ അവർക്ക് സങ്കടം ഒതുക്കാൻ കഴിഞ്ഞില്ല. അവർ വല്ലാതെ ആ മനുഷ്യൻ്റെ മുമ്പിൽ കുറച്ചു നേരം ഒരു വാക്കുകൾ പോലും പറയാൻ കഴിയാത്ത വിധം അവർ കരഞ്ഞു. അതിനുശേഷം അവർ ആ കരഞ്ഞ സമയത്തെല്ലാം അയാൾ കുറേ നേരം അയാൾ കണ്ണടച്ചിരുന്ന് അവരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അയാൾ വീണ്ടും ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞു. അത് മതിയായിരുന്നു ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ. അത് മതിയായിരുന്നു അവരുടെ ജീവിതം ഉയർത്തെഴുന്നേക്കാൻ. ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു സ്വരം പറഞ്ഞു, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പലരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്, പലരും നിങ്ങളെന്ന വ്യക്തിയെ തള്ളിക്കളഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിജീവിക്കാൻ കാരണം? തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണയാളാണ്. പൊട്ടക്കിണറ്റിൽ വീണയാളുടെ നടുവൊടിയണ്ടേ, കാലൊടിഞ്ഞു പോകണ്ടേ, തല പൊട്ടിപ്പോകണ്ടേ, ബോധം നഷ്ടപ്പെടണ്ടേ? ഒരു ചെറിയ പൊക്കത്തിൽ നിന്ന് താഴെ വീണാൽ മതി നമ്മുടെ കാലും നട്ടലും ഒക്കെ പൊട്ടിപ്പോയി ബോധം പോകാൻ മാസങ്ങളോളം ആശുപത്രി കിടക്കാൻ. ജോസഫ് ഒരു ദിവസം പോലും ആശുപത്രി കിടന്നില്ല. ഒരു തുന്നിക്കെട്ടലും ഒരു ഓപ്പറേഷനും ആവശ്യമായി വന്നില്ല. എന്തായിരിക്കും കാരണം? മിക്കവാറും കാരണം ഇതായിരിക്കും. എല്ലാവരും ആ കിണറ്റിലേക്ക് അങ്ങ് ഇട്ടപ്പോഴും ആ കിണറ്റിലുണ്ടായിരുന്നു താങ്ങുന്ന ഈ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം. ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇതുപോലെ പല കിണറ്റിലും തള്ളിയിട്ടതാണ് നമ്മളെ പലരെയും, എന്നെയും നിങ്ങളെയൊക്കെ പലരും തള്ളിയിട്ടു. തീർന്നു എന്നാ തള്ളിയിട്ടോർ വിചാരിച്ച്. പക്ഷെ നമ്മൾ ദൈവകൃപയിൽ ചെന്നു വീണത് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തള്ളപ്പെട്ടു എന്നോർത്ത് ആരും വിഷമിക്കരുത്. തള്ളപ്പെട്ട നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇനി കൂടെയുള്ള ശിഷ്യന്മാരാരാണ്? 12 പേരെ കൂടെ കൂട്ടി ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്ന 12 പേരാണ്. ഊണിലും ഉറക്കത്തിലും എവിടെ പോകുമ്പോഴും ഒരുമിച്ച്. അതിലൊരാൾ തള്ളിപ്പറഞ്ഞു, ഒരാൾ ഒറ്റിക്കൊടുത്തു. അവിടെയും ഭയങ്കരമായ തള്ളിക്കളയുന്ന അനുഭവം ഉണ്ടായി. ഒരു വീട് പോലെ കണ്ടിരുന്നവർ തള്ളിക്കളഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല ആ വേദന. അത് ഒരു കത്തി നമ്മുടെ ശരീരത്തോട്ട് ഡയറക്റ്റ് കയറ്റുന്ന വേദനയേക്കാൾ വലുതാണ്. കൂടെ ഒരു കുടുംബം പോലെ കൊണ്ടു നടന്നിട്ട് അവർ നമ്മളെ ചതിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളതോടെ ഡൗണായി പോകും. യേശുക്രിസ്തു അവിടെയും തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തു മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, കുറച്ചു നേരം അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എല്ലാവരും സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത്. ഒരാൾ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളോട് അത്രയും ചങ്കുപൊട്ടി നിൽക്കുന്ന വേർപ്പുതുള്ളി പോലും രക്തത്തുള്ളിയായി മാറുന്ന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴും കൂടെയുള്ളവർ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളാണെങ്കിൽ ഓർത്ത് വയ്ക്കും, നമ്മളൊരു ഒത്തിരി വിഷമത്തിലാണ് എന്ന് നിൽക്കുന്ന ഒരു കുടുംബനാഥൻ അത്രയും വിഷമത്തിലിരിക്കും, ഭാര്യയും മക്കളും അപ്പുറത്ത് സുഖമായി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഓർക്കില്ല ഇവർക്കൊക്കെ എന്ത് സ്നേഹമാണ് ഉള്ളത്? എന്ത് സ്നേഹമാണ് ഇവർക്കൊക്കെ ഉള്ളത്? ചുമ്മാ വാക്കിൽ മാത്രമുള്ള സ്നേഹം തോന്നത്തില്ലേ? എല്ലായിടത്തും തള്ളപ്പെടുന്ന അനുഭവം യേശുക്രിസ്തുവിനുണ്ടായി, കൂടെയുള്ളവരിൽ നിന്ന് പോലും. പക്ഷേ ബൈബിൾ പറയുന്നു, തള്ളപ്പെട്ട ഈ കല്ല് മൂലക്കല്ലാക്കി ദൈവം മാറ്റി. നിങ്ങളെവിടെയെങ്കിലും തള്ളപ്പെട്ട ആളാണോ? ദൈവം നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റും. നിങ്ങളുടെ കുടുംബത്തിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷനാക്കി ദൈവം മാറ്റും. അതാ മൂലക്കല്ലെന്നൊക്കെ പറഞ്ഞാൽ അതാ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് വിശ്വസിക്കുക. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഈ തള്ളപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാകാം, ആളുകളുണ്ടാകാം, കുടുംബങ്ങളുണ്ടാകാം, മനസ്സിന് മുറിവേറ്റ് ചതഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട മനസ്സുള്ളവരുണ്ടാകാം. സാരമില്ല, ദൈവം നിന്നെ മൂലക്കല്ലാക്കി മാറ്റും. അത് അഹങ്കരിക്കാനല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് നിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മൂലക്കല്ലാക്കി മാറ്റുന്നത്. ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ 33 ദിവസത്തെ പ്രാർത്ഥന നിയോഗത്തോടെയുള്ള പ്രാർത്ഥനയാണ്, മറന്നു പോകരുത്. ശാലോം TV-യിലൂടെ ഉണ്ടാകുന്ന ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അനേകരുടെ സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും കാരണമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
മനസ്സിലെ അൾത്താരയിൽ വാഴുമെൻ പ്രിയ സ്നേഹമേ, ഓരോ നിശ്വാസവും ഉതിരുമ്പോഴും ഓർമ്മിക്കും നിന്നെ ഞാൻ. ഓരോ നിശ്വാസവും ഉതിരുമ്പോഴും ഓർമ്മിക്കും നിന്നെ ഞാൻ. മനസ്സിലെ അൾത്താരയിൽ വാഴുമെൻ പ്രിയനേശുവേ, ആരാധനായ സ്നേഹമേ, ആരാധനായ പ്രാണനേ, ആരാധനായ സ്നേഹമേ, ആരാധനായ പ്രാണനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ദൈവവചനത്തിലൂടെയും ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ കരങ്ങളെ അല്പം നീട്ടിപ്പിടിക്കാൻ സാധിക്കുമെങ്കിൽ, എന്നിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളൊക്കെ ദൈവമാണ് നമുക്ക് ഒരുക്കി തന്നത്. ഈ വചനങ്ങൾ നമുക്ക് കേൾക്കുവാൻ ദൈവം നമുക്കൊരവസരം നൽകി. ഈ വചനത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി. നമുക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കാൻ ദൈവം ഒരു അവസരം നൽകി. ആ പ്രാർത്ഥനാ നിയോഗം എഴുതിയതിലൂടെ അനേകർ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല ദൈവം. ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു നിമിഷം നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ലഭിക്കുന്ന വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, സ്തുതിക്കുന്നു. യേശുവേ, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും, വിശ്വാസത്തോടെ പറഞ്ഞ്, നീ എൻ്റെ കോട്ടയും. ഒരിക്കൽ കൂടിയത് പറഞ്ഞ്, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ചേർന്ന് പാടാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സ്നേഹിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അടിയനിതാ ദേവാ, വിശ്വാസത്തോടെ അടിയനിതാ ദേവാ. എല്ലാവരും ചേർന്ന് അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ.
നമ്മൾ പാടിയത് 91 സങ്കീർത്തനത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കാൻ സങ്കീർത്തകൻ പറയുന്നൊരു വാക്കാണ്. ഇങ്ങനെയാണത്. 91 സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം: കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് ഞാൻ പറയും. അപ്പോൾ പറയേണ്ട കാര്യമാണ് ഇപ്പോൾ പാടിയത്. കർത്താവിനോട് നമ്മൾ പറയണം, നീ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഞാൻ ദൈവത്തോട് തന്നെ പറയും. അപ്പം അതിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണ് താഴെയുള്ളത്. നമുക്കങ്ങനെയാണെങ്കിൽ ഈ പാടിയ പാട്ട് ഒരു വലിയ പ്രാർത്ഥനയാണ്. സങ്കീർത്തകൻ പറയുവാണ്. ആരോടാ പറയുന്നത്? കൂടെയുള്ളവരോട് പറഞ്ഞ കാര്യമല്ല, ഗുരുക്കന്മാരോട് പറഞ്ഞതല്ല, കൂടെ നിൽക്കുന്നവർ ശുശ്രൂഷകരോട് പറഞ്ഞതല്ല. ഒരു ഭക്തൻ, സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തോട് പറയുവാണ്, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീയാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവം. അങ്ങനെ പറയുന്ന ഒരു പ്രാർത്ഥനയെ ഓർത്ത് നോക്കിക്കേ. ഒന്ന് പറഞ്ഞേ, മനസ്സിൽ ഈശോയെ നോക്കി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഒന്ന് മനസ്സിൽ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞേ. യേശുവിലേക്ക് നോക്കിയിട്ട് നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്. എന്താ കോട്ടയെന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരാൾ എറിഞ്ഞാൽ പോലും നമുക്കിട്ട് കൊള്ളാതെ അത് ആ കോട്ടയുടെ പുറം ഭാഗത്ത് കൊണ്ട് താഴെ വീഴും. ദൈവത്തോട് സങ്കീർത്തകൻ പറയുവാണ്, നീ എൻ്റെ കോട്ടയാണ്, ആ സംരക്ഷണത്തിൻ്റെ തണലിലാണ് ഞാനുള്ളത്, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, മാത്രമല്ല നീയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഇങ്ങനെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പാടി നോക്കിക്കേ. പാട്ട് പാടാൻ അറിയില്ല എന്ന് തോന്നിയാലും ഈ പാട്ട് പാട്ടായിട്ടല്ല, ഒരു സങ്കീർത്തകൻ 91 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് പാടിയത്. ഒന്ന് ചേർന്ന് നമുക്കും ആ സാഹചര്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം, നീ എൻ്റെ. ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പറഞ്ഞേ, ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെച്ച് പറഞ്ഞേ, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം, നീ എൻ്റെ. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സ്നേഹിച്ചിടും ഞാൻ സർവവുമാ. സമർപ്പിച്ചുകൊണ്ട് പാടാം. അടിയനിതാ, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അടിയനിതാ ദേവാ, എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ആരാധിക്കുന്നു. നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീ എൻ്റെ ദൈവമാണ്. സമർപ്പിക്കുന്നു. അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നല്ല ആത്മീയമായൊരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ സ്പർശിക്കുന്ന ഒരനുഭവത്തിലൂടെയാണ് ഇപ്പോൾ ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടൊരു വാക്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വാക്യം 12-ാം അധ്യായം. ആ വാക്യം ഇങ്ങനെയാണ്: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്.
മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായി തോന്നും. ആർക്കും വേണ്ടാത്ത കല്ല് മൂലക്കല്ലായി മാറുന്നു. ഒരുപാട് പേരുടെ അനുഭവമാണിത്. ഒത്തിരി പേരുടെ അനുഭവം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപക്ഷെ 1-2 അനുഭവമെങ്കിലും നിങ്ങൾ കേട്ട് കാണും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമോ? ഈ വചനം ഒരുപാട് പേരുടെ ആന്തരിക സൗഖ്യത്തിന് കാരണമാകുന്ന ഒരു വചനമാണ്. ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്ന് എഴുതിയിട്ടുള്ളത്. എന്താ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? നാട്ടുകാരുപേക്ഷിച്ചു, കൂടെയുള്ളവർ ഉപേക്ഷിച്ചു, ഒപ്പം നിന്നവർ ഉപേക്ഷിച്ചു, പലരും തള്ളിക്കളഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ ദൈവം തെരഞ്ഞെടുക്കും. അതൊരു പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വാക്കാണ്. മനുഷ്യൻ റിജക്റ്റ് ചെയ്തതിനെ ദൈവം സെലക്ട് ചെയ്യും. മനുഷ്യൻ തള്ളിയതിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. പ്രധാനപ്പെട്ട എന്താ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ? അത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അതാണ് ശ്രദ്ധാകേന്ദ്രം. അതുപോലാക്കി മാറ്റും. ഇത് ഈ വചനം എഴുതിയിട്ടുള്ളത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു ജനിക്കുന്ന സമയം വരെ, ആ ജനിച്ച സമയത്ത് സത്രത്തിൻ്റെ വാതിലൊക്കെ ആൾക്കാരങ്ങ് അടച്ചു. യൗസപിതാവും മറിയവും പല വാതിലുകളും ചെന്ന് മുട്ടി. ആരും ഒരു സത്രം സൂക്ഷിപ്പുകാർ സമ്മതിച്ചില്ല. ഇവിടെ പറ്റിയില്ലെന്ന് പറഞ്ഞു. എല്ലാ വാതിലുകളും ജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞ നിമിഷത്തിലാണ് കാലിത്തൊഴുത്തിൽ, പുൽത്തൊഴുത്തിൽ യേശുക്രിസ്തുവിന് ജന്മമുണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ യേശു അനുഭവിച്ച ഒരു അനുഭവമാണ് തള്ളിക്കളഞ്ഞ, നമ്മുടെ മുമ്പിൽ അവരുടെ വാതിലടഞ്ഞ അനുഭവം. എന്നെ ഈ ആരാധനയിൽ ശ്രദ്ധിക്കുന്ന, യേശോയെ ആരാധിക്കുന്ന ഈ സമയത്ത് ഒരുപാട് പേരുടെ മനസ്സിൻ്റെ വിങ്ങലാണിത്. മനസ്സിൻ്റെ ഉണങ്ങാത്ത മുറിവാണത്. പലരും ഇന്ന് അടച്ചിട്ട റൂമുകളിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാനുള്ള കാരണമാണിത്. പലരെയും ഉപേക്ഷിച്ചു. പലരുടെ മുമ്പിലും പ്രതീക്ഷിച്ച് ചെന്ന പലരുടെയും വാതിലുകൾ അങ്ങ് അടച്ചു, കൊട്ടി അടച്ചു. സത്രം എന്താണെന്നറിയാമോ? അവിടെ ആർക്കും സ്ഥലമുണ്ട്, അവിടെ ആർക്കും കയറാം. അത് ആരുടെ സ്വന്തമല്ല. അവിടെ ഒരു സത്രം സൂക്ഷിപ്പുകാരുണ്ടാവും. പക്ഷേ ഇവിടെ യൗസപിതാവും മറിയവും വന്നപ്പം ആരും ആ വാതിൽ തുറന്നില്ല. എല്ലാം അടച്ചു, ഒഴിവാക്കി വിട്ടു, ഉപേക്ഷിച്ച് കളഞ്ഞു. ആർക്കും വേണ്ടാത്ത കല്ലായിരുന്നു. പക്ഷെ അത് സഭയുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലായി മാറിയില്ലേ? ആർക്കും വേണ്ടാതെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും വാതിലടച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. ചില തള്ളപ്പെടുന്ന അനുഭവങ്ങൾ ദൈവം സെലക്ട് ചെയ്യുന്ന മറ്റൊരു അനുഭവത്തിലേക്ക് കയറും. വീണ്ടും യേശു ജനിച്ചപ്പോൾ രാജാവും രാജ്യവും എതിരായി മാറി. ഉടനെ പറയുന്നു, ഇത്ര വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ പോകുന്നു. ഉടനെ സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നു. കുഞ്ഞിനെയും കൊണ്ട് മറിയത്തെയും കൂട്ടി അടുത്ത സ്ഥലത്തേക്ക് ഉടനെ പലായനം ചെയ്യുക. ഉടനെ ആ ജനിച്ച സ്ഥലത്ത് ജീവിക്കാൻ അവസരമില്ല. അവിടെയും ഓടേണ്ട അവസ്ഥ. അവിടുന്ന് ഓടുന്നു. നമ്മളൊക്കെ ജനിച്ച് എത്രയോ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ തള്ളപ്പെടുന്ന അനുഭവവും ഒഴിവാക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായത്. യേശു ജനിച്ച സമയത്ത് ഈ അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇനി യേശു 10-30 വയസ്സ് വരെ ജീവിച്ച് 10-12 ശിഷ്യന്മാരെ ആ 30-ാമത്തെ വയസ്സിൽ ശേഷം കൂട്ടിച്ചേർത്ത് ഒരു കുടുംബം പോലെ കൊണ്ടു നടന്ന് കൂടെ നിന്നവർ പോലും ഒറ്റിക്കൊടുത്തു. കൂടെ നിന്നവർ ചിലര് വഞ്ചിച്ചു, ചിലർ തള്ളിപ്പറഞ്ഞു. അതിൻ്റെയൊക്കെ വേദന ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. യേശു ഒന്നും വേണ്ട. യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തു വീഴുന്ന അത്രയും ഹൃദയവത അനുഭവിക്കുന്ന സമയത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒപ്പം കൂട്ടിയ പലരും സുഖമായി കിടന്ന് ഉറങ്ങുന്നു, ക്ഷീണമായിട്ടിരിക്കുന്നു. യേശു ചോദിച്ചു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നൊരു വേദനയോടെയാണ്. അവിടെയെല്ലാം സ്നേഹമില്ലാത്തപ്പോഴാണല്ലോ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുക ഒരാളിൽ നിന്ന്. പ്രിയ, സ്നേഹമുള്ള ഒരാൾ ഒപ്പം നിൽക്കത്തില്ലേ? അപ്പോൾ യേശുവിന് മനസ്സിലായി, ഒപ്പമുള്ളവർ പോലും പലതരത്തിലും ഒഴിവാക്കുന്നു, തള്ളുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, ആർക്കും വേണ്ടാത്ത ഈ കല്ലിനെ സ്വർഗത്തിലെ ദൈവം മൂലക്കല്ലാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ ഒഴിവാക്കപ്പെടുന്നതോ
തള്ളപ്പെട്ടു പോകുന്നതോ വീട്ടുകാർക്ക് വേണ്ട, അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, അയൽക്കാർക്ക് വേണ്ട, പള്ളിക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ട. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എന്തിനാ എനിക്ക് തന്നത് എന്ന് ചിന്തിക്കും. ആർക്കും വേണ്ടാത്ത നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. മനുഷ്യൻ നിന്നെ തള്ളുമ്പോൾ ദൈവം നിന്നെ സെലക്ട് ചെയ്യും. അങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ദർശനത്തിൽ കണ്ട കാര്യങ്ങളല്ല, ദൈവവചനത്തിലെ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കാമോ? ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ അനുഭവം എനിക്കും ഉണ്ട്. ദൈവത്തോട് നിങ്ങൾ പറ, നിങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്ക്. ഇതുപോലെ ഒരുപാട് അനുഭവം ഈ പ്രായം വരെ ജീവിച്ച് എനിക്കുണ്ട് കർത്താവേ. എൻ്റെ മനസ്സ് ഒത്തിരി മുറിവ്, ഉണങ്ങാത്ത മുറിവും ചുമന്ന് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്താണ് ഈ ഉണങ്ങാത്ത മുറിവുണ്ട അവസ്ഥ അറിയാമോ? പെട്ടെന്ന് ഡൗൺ ആകും, പെട്ടെന്ന് ഡെസ്പാകും, പെട്ടെന്ന് നിരാശ വരും, പെട്ടെന്ന് കരയും. എന്നൊക്കെ മനസ്സിൻ്റെ ചില മുറിവുകളാണ്. നമുക്ക് ആ മുറിവുകളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്ത് ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ആർക്കും വേണ്ടാത്ത കല്ല് മൂലക്കല്ലായി മാറി. അത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാ. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായി തോന്നും, അത്ഭുതമായി തോന്നും. അങ്ങനെയെങ്കിൽ ജീവിതത്തെ എല്ലാ തള്ളപ്പെട്ട അനുഭവങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ, നമ്മുടെ മുമ്പിൽ വാതിലടച്ച അനുഭവങ്ങൾ, എഴുതി തള്ളിയ അനുഭവങ്ങൾ, നമ്മളെ ശപിച്ച നിമിഷങ്ങൾ, നമ്മളെ പലരും വിധിച്ച സമയങ്ങൾ, അതെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിക്കുന്നു. എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ പരാജയങ്ങൾക്കും നന്ദി, എല്ലാ സങ്കടങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, അതൊക്കെ ആർക്കും വേണ്ടാത്ത ഈ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റാനായിരുന്നു എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി, എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി, എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി, നന്ദി. യേശുവേ, നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ പറഞ്ഞേ, നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും പിന്നെയോ താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. പറഞ്ഞേ, നാഥ, നിൻ സാന്നിധ്യം മതി. ഒരിക്കൽ കൂടി പറഞ്ഞേ, നിൻ സാന്നിധ്യം മതി. കരങ്ങളെ ഉയർത്തി ഉറക്കെ പറഞ്ഞേ, നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം മതി. ആർക്കും വേണ്ടാത്ത ഈ കല്ല് മൂലക്കല്ല, നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം മതി. ഒരിക്കൽ കൂടി നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം മതി. കർത്താവേ, യേശുവേ, ആർക്കും വേണ്ടാത്ത കല്ലിനെ
സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മൂലക്കല്ലാക്കി മാറ്റി. അത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ ദൃഷ്ടിയിലത് ആശ്ചര്യമായത് തോന്നും. കർത്താവേ, ഇന്ന് കേട്ട ഈ വചനങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ മനസ്സിൽ കിട്ടിയ സൗഖ്യത്തെ ഓർത്ത്, ഞങ്ങൾക്ക് ലഭിച്ച വിടുതലിനെ ഓർത്ത്, ഞങ്ങൾക്ക് ലഭിച്ച ആശ്വാസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഈ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കുന്നു. രോഗികളുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, മനസ്സ് തളർന്നവരുണ്ട്, പലതരത്തിൽ കഷ്ടത്തെ അനുഭവിക്കുന്നവരുണ്ട്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഒരിക്കൽ കൂടി പറയുകയാണ് 2 വാക്ക്. യേശുവിലേക്ക് നോക്കിക്കേ, കണ്ണുകൾ തുറന്ന് നോക്കിയിട്ട് ഒരിക്കൽ കൂടി സങ്കീർത്തകനെ പോലെ പറയണം, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ കോട്ടയാണ്. ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ജീവിതത്തിന് ഒത്തിരി ആശ്വാസമാണ്. ആർക്കും വേണ്ടാത്തൊരാളാണെ പോലും ദൈവത്തിന് നിന്നെ വേണം. മനുഷ്യൻ തള്ളുമ്പോൾ, റിജക്റ്റ് ചെയ്യുമ്പോൾ ദൈവം സെലക്ട് ചെയ്യും. ആ വിശ്വാസത്തോടെ അത്രയും നല്ലൊരു ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? അത്രയും നല്ലൊരു ദൈവത്തെ എങ്ങനെ ആ ദൈവത്തിന് മുമ്പിൽ പാടാതിരിക്കും? എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും? എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ഇത് പറയാതിരിക്കും? ഇത്ര നല്ലൊരു ദൈവത്തെ നോക്കിയിട്ട് പറയണം, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഒറ്റ പ്രാവശ്യം കൂടി വിശ്വാസത്തിൽ അത് പറയുന്നു. നീ എൻ്റെ സങ്കേതവും പോരാ, നീ എൻ്റെ കോട്ടയും. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന്, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ. ഉറക്കെ പറഞ്ഞേ, നീ എൻ ദൈവം, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സ്നേഹിച്ചിടും ഞാൻ സർവവുമാ സമർപ്പിച്ച് അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഈ പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈശോയുടെ ആശീർവാദം ഇപ്പോൾ പ്രാർത്ഥനയോടെ ആ മുഴുവൻ നന്മകളും സ്വീകരിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഈ വചനം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ
തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.